പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. 2 കൊരിന്ത്യർ ലേഖനം അതിന്റെ 11-ാം അധ്യായം 4-ാം വാക്യം. പൗലോസ് ഒരു കാര്യത്തെക്കുറിച്ച് ഭയപ്പെടുന്നു എന്ന് പറയും. സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിനോടുള്ള നിർമ്മലത വിട്ട് തെറ്റിപ്പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അവിടെ നിങ്ങൾ എന്ന സ്ഥലത്ത് ഉപയോഗിച്ചിരിക്കുന്ന കാര്യം നിങ്ങളുടെ മനസ്സ് തെറ്റിപ്പോകും. അനേകരുടെ ജീവിതത്തിനകത്ത് ഈ മനസ്സിലാണ് പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത്. വീഴ്ചയും തകർച്ചയും ഭയവും പാവവും. ഒരു വ്യക്തിയെ ചിലര് പറയും അവൻ ഭയങ്കര ക്രിമിനൽ, അവന് വിശ്വസിക്കാൻ കൊള്ളത്തില്ല, അവനൊരു ഇന്റഗ്രിറ്റി ഇല്ലാത്ത. നമ്മൾ പല രീതിയിൽ ആളുകള് ലേബൽ ചെയ്യാറ്, മാർക്കിടാറ്. പക്ഷെ അത് അവരുടെ വ്യക്തിത്വത്തിൽ വളർന്നു വന്ന ഒരു അവസ്ഥയാണ്. അത് ശാരീരികമായുള്ളൊരു കാര്യമല്ല. അപ്പൊ അവിടെ മനസ്സ് രൂപാന്തരപ്പെടും. മനസ്സ് മാറിക്കഴിഞ്ഞാൽ ജീവിതം മാറി. അത് വലിയ കുഴപ്പത്തിലേക്കായി തരും. അതുകൊണ്ട് ഇവിടെ പൗലോസ് പറയുക, നിങ്ങൾ ക്രിസ്തുവിന്റെ നിർമ്മലത വിട്ട് തെറ്റിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കാരണം ക്രിസ്തുവിന്റെ നിർമ്മലതയിൽ അവർ അറിയേണ്ട ഒരു കാര്യം, ഇന്ന് മനുഷ്യന് ഇങ്ങനെ കേൾക്കുന്ന കാര്യമുണ്ട്. അവര് പെർഫെക്റ്റ്, അവർ കൊള്ളാം, അവർ മിടുക്കരാ, അവർ നല്ലവർ. അപ്പൊ ഈ ആരാണ് മിടുക്കൻ, ആരാണ് പെർഫെക്റ്റ് എന്ന് ചില റോൾ മോഡല് ലോകം വെച്ചു കൊടുത്തു. ആ റോൾ മോഡൽ കണ്ടിട്ട് അതുപോലെ ആകാനായിട്ട് മനുഷ്യന്റെ ഭാഗത്ത് ഒരു ശ്രമം നടത്തും. ആരാ? ഈ ചീത്തപ്പേരുള്ളവൻ അതുപോലെ ആകാൻ ശ്രമിക്കും. അപ്പൊ അപ്പോഴെന്ത് നടക്കും? ചിലപ്പോൾ തെറ്റായ കാര്യങ്ങളിൽ കൊടുക്കും, നുണ പറയും, മോഷ്ടിക്കും, പാപം ചെയ്യും, അഴുക്കിലൂടെ പോകും, വളഞ്ഞ വഴി ഉപയോഗിക്കും. പക്ഷേ എപ്പോഴാണ് ഒരു വ്യക്തി ഞാൻ പെർഫെക്റ്റ് ആയ ചിലരെ ഫോളോ ചെയ്യുമ്പോഴല്ല, ഞാൻ പെർഫെക്റ്റ് ആകാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോഴാണ്, ഞാൻ പെർഫെക്റ്റ് ആണെന്ന് തിരിച്ചറിയുമ്പോഴാണ് ഞാൻ പെർഫെക്റ്റ് ആകുന്നത്. അതായത് ഒരു പെർഫെക്റ്റ് ഹസ്ബൻഡ് ആകാൻ, പെർഫെക്റ്റ് ഫാദർ ആകാനായിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരിക്കും. പക്ഷെ അത് മുഴുവൻ നിങ്ങളെ ഇംപെർഫെക്ഷനിലേക്ക് കൊണ്ടുവരും. പക്ഷെ നിങ്ങൾ എപ്പോഴാണോ തിരിച്ചറിയുന്നത് ഐ ആം പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ് എന്ന ബോധ്യത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ നിശ്ചയമായും ഒരു പെർഫെക്റ്റ് ഫാദർ ആയിരിക്കും, ഒരു പെർഫെക്റ്റ് ബ്രദർ ആയിരിക്കും, ഒരു പെർഫെക്റ്റ് ആമേൻ സൺ ഓഫ് ഗോഡ് ആയിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ തിരിച്ചറിയണം, യു ആർ പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ്. നിങ്ങളുടെ പെർഫെക്ഷൻ നിങ്ങളുടെ പ്രവർത്തികളിലല്ല, ക്രിസ്തുവിലാണ്. ഇന്ന് പകൽക്കാലം ബോധ്യത്തോടെ ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.